ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇഡി കസ്റ്റഡിയിൽ വിട്ടു. ഈ മാസം 28 വരെയാണ് കസ്റ്റഡി. ജനാധിപത്യത്തിലെ കറുത്ത ദിനമെന്ന് ആം ആദ്മി പ്രതികരിച്ചു. നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിനും ആം ആദ്മി ആഹ്വാനം ചെയ്തു. വിഷ്ണു തലവൂർ വിവരങ്ങൾ നൽകും. ദില്ലി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് വലിയ തിരിച്ചടി തന്നെയാണ് ഇന്ന് റോസ് അവന്യൂ കോടതിയിൽ നിന്നും നേരിടേണ്ടി വന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയായിരുന്നു കെജ്രിവാളിനെ എൻഫോഴ്സ്മെൻറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. അതിനുശേഷം ഏകദേശം 3 മണിക്കൂറോളമാണ് വലിയ തലത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നീണ്ടുനിന്നത്. ആ വാദപ്രതിവാദത്തിനൊടുവിലാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ 28-ാം തീയതി വരെ എൻഫോഴ്സ്മെൻറ്റ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. 28-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും ദില്ലി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇന്ന് കേസ് ഈ ഒരു കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച സാഹചര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് കോടതിയിൽ പറഞ്ഞത് ഈ മദ്യനയ അഴിമതി അത് വലിയ തലത്തിലൊരു അഴിമതിയാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാളാണ്. അരവിന്ദ് കെജ്രിവാൾ മലയാളി കൂടിയായ വിജയ് നായരെ ഇടനിലക്കാരനാക്കിക്കൊണ്ട് സൗത്ത് ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് വലിയ തോതിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നതാണ് എൻഫോഴ്സ്മെൻറ്റ് ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ 300 കോടിയോളം രൂപ അത്തരത്തിൽ കൈപ്പറ്റി എന്നൊരു ആരോപണം കൂടി ഇന്ന് എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും ഇത്തരത്തിൽ ആം ആദ്മിക്ക് വലിയ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം തന്നെയാണ് കോടതിയിൽ നിന്ന് ഉണ്ടായത്. ഇതിൽ കൂടുതൽ ഈ കോഴപ്പണമടക്കം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കെജ്രിവാളിനെ ചോദ്യം ചെയ്യണം, 10 ദിവസത്തെ കസ്റ്റഡി നൽകണമെന്നതായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഒരാവശ്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ ആവശ്യത്തേക്ക് തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകർ ശക്തമായി തന്നെ എതിർത്തെങ്കിലും ആ വാദങ്ങൾ ഇപ്പോൾ കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല. എൻഫോഴ്സ്മെൻറ്റിൻ്റെ വാദം മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ 28-ാം തീയതി വരെ ഒരു കസ്റ്റഡിയിൽ എൻഫോഴ്സ്മെൻറ്റിൻ്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആം ആദ്മിക്കും കെജ്രിവാളിനും വലിയ തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ആം ആദ്മിയുടെ പ്രധാന മുഖം ദില്ലി മുഖ്യമന്ത്രി ഇതെല്ലാമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ പ്രചരണ രംഗത്ത് പോലും ഇറങ്ങാൻ കഴിയാതെ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ കഴിയുക എന്ന് പറയുന്നത് വലിയ തിരിച്ചടി തന്നെയാണ് ആം ആദ്മിക്ക് നേരിടേണ്ടി വരിക. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ശക്തമാക്കാനായിട്ടുള്ള തീരുമാനമാണ് ആം ആദ്മി കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്നും വലിയ തലത്തിലുള്ള പ്രതിഷേധം ആം ആദ്മിയുടെ ഭാഗത്തുനിന്നും രാജ്യ തലസ്ഥാനത്ത് അരങ്ങേറിയിരുന്നു. നാളെയും സമാന രീതിയിൽ BJP ഓഫീസിലേക്കടക്കം പ്രതിഷേധ മാർച്ച് നടത്താനായിട്ടാണ് ആം ആദ്മി തീരുമാനിച്ചിട്ടുള്ളത്. മാർച്ച് 26-ാം തീയതി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും ഒരു പ്രതിഷേധ മാർച്ച് നടത്താൻ ആം ആദ്മി തീരുമാനിച്ചിട്ടുണ്ട്. വിഷ്ണു തലവൂർ.